അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ എഫ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോ സാധനം ഗൈസ്. അപ്പം നമ്മൾ നോക്കുക ക്രീപ്പറായിട്ടാണ് ക്രീപ്പിയ ജീവിതം, അതായത് ക്രീപ്പറിൻ്റെ ജീവിതം. പൊട്ടല് അതാണ് ക്രീപ്പറിൻ്റെ ജീവിതം. ക്രീപ്പറായിട്ട് ജീവിക്കുന്നത് നമ്മൾ കുറെ കഷ്ടപ്പെടും. ക്രീപ്പറിൻ്റെ വേറൊരു പ്രശ്നം ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ക്രീപ്പറായി എങ്ങനെയാണ് ചാവും, അങ്ങനത്തെ പ്രശ്നമുണ്ട് ക്രീപ്പറിന്. അപ്പം ഞാൻ നന്നായിട്ട് അതായിട്ടാണ് ജീവിക്കുന്നത്. ക്രീപ്പറായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പേട്ട വില്ലേജിലാണ് എത്തിക്കുന്നത്. അതിന് മുമ്പ് അവിടെ എന്തോ ഒരു വെളിച്ചം, റൂവിനോട് വാട്ടറുണ്ട്, അവിടെ നിന്ന് കയറിയിട്ട് പോവാം. ആടെ പന്നിക്കുട്ട എന്തായാലും നമ്മളൊരു ക്രീപ്പറല്ലേ, ഇനി ഇത്തിരി കൊലപാതകങ്ങളൊക്കെ ആവാം. ക്രീപ്പർ അവിടെ പന്നിക്കുട്ട നിനക്കിപ്പോൾ നേരെ പരലോകത്തേക്കുള്ള ഒരു വഴി ഞാൻ കാണിച്ചിട്ടേ ഒന്ന് വെയിറ്റ് ചെയ്യും. പരലോകത്തേക്കുള്ള നിനക്കൊരു വഴി എന്നിട്ട് കണ്ടുട്ടോ. അല്ല പിന്നെ അറുപതിൻ്റെ ബോട്ടിൻ്റെ അവിടെ ചെസ്റ്റ് ഒക്കെ എടുത്തേടാ. വില്ലേജേഴ്സേ നിങ്ങൾ തീർന്നു. ഇനി ഫുള്ള് എൻ്റെ കളിയിൽ ക്രീപ്പർ ഭരിക്കും. അല്ല പിന്നെ പശുമ്പക്കുട്ടൻസ് ഒരു മിനിറ്റ്, ഒരു മാജിക് കാണിച്ചല്ലേ. നിക്ക് എടാ ക്രീപ്പറ മൈൻഡടാ. മാജിക് കാണിച്ചല്ലേ. 3, 2, 1 പശു അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസി പാവം നല്ല കുഞ്ഞിക്കോഴി ഇങ്ങോട്ട് തട്ടിയാലോ. നിക്കറ ഫുഡ് വെച്ച് ആടാ. ഈ ചുമലക്കണവ നമ്മളെത്തിക്കയോ ഇല്ല. എടാ ഇവനാണെങ്കിൽ തട്ടണ്ട. ഇവനെ എപ്പോഴും എന്നെ കാണുന്നത് ഒരു ഇഷ്ടമില്ല. അവനപ്പം ചൊറിയാ. നമുക്ക് തൊട്ടേക്കാം. ഇല്ലടാ തട്ടണ്ടല്ലോ, നിനക്കുള്ള പണിയാ പറ. രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. തുള്ളി കളിക്കണ കുഞ്ഞുപുഴു. ഏടാ മോനെ. ക്രീപ്പറിനടുത്ത് കളിച്ചാൽ എന്താ ക്രീപ്പറിനടുത്ത് കളിച്ചാൽ ഇനി ക്രീപ്പറിൻ്റെ സ്കില്ലുകൾ. അധ്യായം 1 ക്രീപ്പറിൻ്റെ സ്കില്ലുകൾ കാണിച്ചു തരാം. ക്രീപ്പറിൻ്റെ സ്കില്ല് കണ്ട. ഇനി ഇത്തിരി ക്രൂരത ക്രീപ്പറിൻ്റെ സ്വഭാവം കേടെടുക്കാം. ക്രീപ്പറിൻ്റെ ക്രൂരതകളാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ വേറെ പോയത് ചെയ്യാ. രാത്രിയാണ്, വെയിറ്റ് ചെയ്യേ. പൊട്ടട്ടെ ചത്തില്ല, ചതിച്ച് കഴിച്ച്. അവൻ പോട്ടെ. വേറൊരുത്തൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് രാത്രി. ഇനി ഇവനുണ്ടല്ലോ ഫുള്ളങ്ങോട്ട് അടയ്ക്കാം. നമുക്ക് ചെറിയൊരു പണി. നമുക്ക് ഇത്തിരി ഡാർക്ക് സൈഡ് ആവാൻ കഴിച്ചു. നമുക്കിത് ഡാർക്ക് ഇനി തുറന്നു തരില്ല. പാവട്ടെ പാവം കിടന്നുറങ്ങട്ടെ. തട്ടവൻ തീർത്തോ. സപ്പോർട്ട് ചെയ്യാം. ഇത് ഏത് അടക്കം എടുക്കണ എൻ്റെ ഇവന് തട്ടിക്കോ. നീ അവനെ നോക്കാം. വില്ലേജറിന് തുറന്നടാ. എനിക്ക് തീർക്കാവളാ. നീ ഇങ്ങനെ തുറണ്ട. എന്നെ അടിക്കാറായ നീ. അല്ലേ ക്രീപ്പറെന്ന് വെച്ചാലേ സുമ്മാ തീ. ഇത് ഇവിടെ ആരടാ നോക്കിയാണ്. ഡേ കൊത്തിറക്കട. തീർത്തോ. ചാവണ്ടേ ചത്തു. ഇനി ഉണ്ടല്ലോ
അതിൻ്റെ ഉള്ളിൽ പാവൊരു വില്ലേജർ ഉണ്ട്. അത് വളരെ ഒരു പാവം വില്ലേജർ. പാവം വില്ലേജറിനെ കാണുമ്പോൾ എനിക്കൊരു സുഖമില്ല. അതുകൊണ്ട് പാവം വില്ലേജറിന് നമുക്ക് നേരെ മുകളിലോട്ട് അയക്കാനുള്ളൊരു വഴി കാണിക്കാം. പാവം അവിടെ കുറേ കഷ്ടപ്പെട്ട് എടുക്കില്ല കൈസ്. നമുക്ക് ഇത്തിരി അവന് സഹായിക്കാം കൈസ്, പാവം ചെക്കനെ. ഇതൊക്കെ അടച്ചേടാ, ഒന്നും ഇല്ലടാ, നിനക്ക് ഒന്നും പേടിക്കണ്ടാന്ന് നോക്കോ. നിനക്ക് പറ്റിയൊരു സഹായം ചേട്ടാ ഈ ക്രീപ്പർ മാമൻ ചെയ്തേ. നോക്കൂ. കിട്ടിയില്ലേ? നമ്മളങ്ങനെ പാമ്പിൽ തന്നെ രക്ഷപ്പെടുത്തേണ്ട കേസ്. അവൻ ജീവിച്ച് പൊക്കോട്ടെ, നല്ല ചെക്കന. ഇനി നമുക്ക് ഇത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതാ അറിയാം കാണിത്തരാം. ഓടേ ഇതിനോട് കൊട്ടാണ്ടല്ലോ. അയ്യോ ഞങ്ങൾക്ക് വേണ്ട. എടാ ഈ വീട് എന്താ നല്ലൊരു വീടാണ്. നല്ല ഭംഗിയുണ്ട് വീട് കാണാൻ. പൊട്ടങ്ങട് ഏത് മൂഡ്, പുള്ളി മൂഡ്. എന്നെ കൊണ്ട് വെക്കാൻ സഹായിക്കും ഞാനും ചെയ്യുന്നുണ്ട്. വച്ചു നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷനായിട്ടുള്ള ലൈനിങ് റീപ്പർ ആവാട്ടാ. നമുക്ക് ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷനായിട്ടുള്ള ലൈനിങ് റീപ്പർ അതാവാട്ടാ. നിങ്ങൾക്ക് മനസ്സിലായി, നമുക്ക് അത് സെറ്റായി കളിക്കാം കൈസിന്. ഒയ്യോടാ നല്ല ആരുടെ ക്രൂരത. ഒരു പാവം വില്ലേജറിൻ്റെ വീട്. അവന് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ സൂക്കേടാണത്. ഒരു നല്ലൊരു വീടുള്ള വില്ലേജറിൻ്റെ വീട്. പക്ഷേ ഫുള്ള് കത്താണ്ട് ഇതിനോട് കത്തട്ടെ. ഒരു വില്ലേജറിൻ്റെ വീട് നിന്ന് കത്തണം. വീട് നിന്ന് കത്തുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കത്തണ്ടല്ലേ. ഇനി അവിടെ ഈ വീടുകളൊക്കെ നമുക്ക് ഈ വീടുകൾക്കൊക്കെ ഇത്തിരി പണിയെടുത്ത് തരാം. എടാ കല്ലിന് പണി കിട്ടിയില്ലടാ, പൊട്ടിയല്ല. പക്ഷെ പറ്റില്ലടാ നിനക്ക് പറ്റിക്കരാ. ഗൈസ് ഈ വില്ലേജിനൊന്നും പറ്റിയില്ലേ അല്ലേ. അയ്യോ ഇത്ര നേരം ഇവിടെ ഉണ്ടായ വില്ലേജ് ഇപ്പോൾ കാണാനില്ലല്ലോ. ഏതൊരു ക്രീപ്പർ ഒന്ന് പൊട്ടിയതെന്നാ കേട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യും ഒരു ക്രീപ്പർ. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഒരു ക്രീപ്പർ ചെയ്യും. എന്തോ സംഭവിച്ചു കേസ് നമ്മുടെ ഈ വില്ലേജിന്. നോക്കിയപ്പോൾ എന്തോ ഇങ്ങനെ പൊട്ടിത്തെറിയുന്ന കുറേ സൗണ്ടൊക്കെ. എന്തോ ഒരു ഞാൻ പോകുന്നു. ബൈ ബൈ.